കൊന്നിച്ചോ മിനസാൻ നാനോ മിഷൻ്റെ എപ്പിസോഡ് 25ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തത് 25ാമത്തെ എപ്പിസോഡാണ്. ഏകദേശം ഒരു മാസമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി നാനോ മിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. സോ ഇത്ര നാൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. പിന്നെ ടൈമിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഗൈസ് അത് മാത്രം നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലോങ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത സമയത്ത് നമ്മളെല്ലാ ദിവസവും കൃത്യമായി 2 ചാപ്റ്റർ വെച്ച് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ വലിയൊരു റിസ്ക് തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ചാനൽ കോപ്പി റൈറ്റ് അടിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇത് നമ്മുടെ സെക്കൻഡായിട്ട് തുടങ്ങിയ ചാനലാണ്. ആദ്യത്തെ ചാനൽ ഇതേപോലെ കോപ്പി റൈറ്റ് അടിച്ച് നമുക്ക് പോയതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സബ്ബായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലിലെ ലിങ്ക് ഇവിടെ മേളിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കാര്യം ഈ ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചാനലായിരിക്കും ബാക്കിയുള്ള എല്ലാ വീഡിയോസും ഇടാനായിട്ട് പോകുന്നത്. സോ ലൈക്ക് ചെയ്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എക്സാംസ് ആണ്, പഠിക്കാത്തവർ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം, എന്നിട്ടേ നമ്മുടെ വീഡിയോസ് കാണാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് ചെറിയൊരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ ഇൽമിയോങ് ഇയോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയില്ലേ, അവിടെ നിന്നിട്ട് അങ്ങനെ അവനോട്ടെ ഇയോനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വക്കത്തിയവരാണ് പെട്ടെന്ന് ബേഗ്ജി അവിടേക്ക് കയറി വരുന്നത്. എന്നിട്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പവർഫുൾ ആള ഒരു കിക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ കിക്ക് കൊണ്ട് ഒന്നും തന്നെ ആയില്ല. അവനാട്ടെ അവിടുന്ന് ചലിച്ചതുപോലില്ല. അടുത്ത സെക്കൻഡ് അവൻ തിരിച്ചൊന്ന് പവർ കൊടുത്തപ്പോൾ തന്നെ ബേഗ്ജി ശരിക്കും ബാക്കിലേക്ക് തെറിച്ചു പോയിരുന്നു. അവനൊന്ന് നോക്ക് ബാക്ക് ചെയ്തേ ഉള്ളൂ. പക്ഷേ അതിന് ഇത്രത്തോളം പവറോ? ഇവനെങ്ങനെയാണ് ഇത്രയധികം സ്ട്രെങ്ത് ഇൻക്രീസ് ആയത്? അടുത്ത സെക്കൻഡ് തന്നെ ബേഗ്ജിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇൽമിയോങ് അവിടേക്ക് പാഞ്ഞു വന്നതും പെട്ടെന്ന് ഇയോനോട്ടെ അവൻ്റെ കയ്യിൽ കയറി പിടിക്കും. എന്താണെന്നറിയാൻ വേണ്ടി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എല്ലാവരും തലകുത്തനെ നിൽക്കുന്നതാണ്. അവന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് അവൻ ആ സത്യം മനസ്സിലായത്, അവനും തലകുത്തനെ നിൽക്കുവാണെന്ന്. കാര്യം മറ്റൊന്നുമില്ല, ഇയോനോട്ടെ അവനെ പൊക്കി എടുത്തിരിക്കുവാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ അതേ സ്പീഡിൽ നിലത്തേക്ക് എടുത്ത് ഒരു അട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അവനട്ടെ ചോരയൊക്കെ ഛർദ്ദിക്കുകയും ചെയ്യും. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ നേരെ മുകളിലേക്ക് ചാടിയിട്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ പവർഫുൾ ആയ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്നത് അവൻ്റെ മുഖത്തെ എല്ലൊടിയുന്ന ആ ഒരു ശബ്ദമാണ്. നോർമലാണെന്നെങ്കിൽ അവനിപ്പോൾ മരിക്കേണ്ട സമയം കഴിഞ്ഞെന്നു എനിക്ക് തോന്നുന്നു. ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആക്ട് ചെയ്തുകൊണ്ട് തന്നെ അവൻ കംപ്ലീറ്റ്ലി കുറച്ചുകൂടെ ടഫ് ആയിട്ടുണ്ട്. മൈലോഡ്, താങ്കൾ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. സോ ഇതാണല്ലേ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട്? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ആ സമയത്ത് വാങ് പറയും ചെയ്യും, അല്ല എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത് ഓൾറെഡി നമ്മുടെ കളി ഫോർബിഡൻ ആയിട്ടുള്ളത്, അതവൻ മാസ്റ്റർ ചെയ്തേക്കുന്നു. അല്ല ബാക്കിയുള്ളവരോ? അവരുടെ കാര്യം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്ന കൈയും കാലും എല്ലാം ഒടിഞ്ഞു കിടക്കുന്ന അവിടെയുള്ള കുറേ പിള്ളേരെയാണ്. ആ ടൈമിൽ നമ്മുടെ ഹിയോബങ് പറയും ചെയ്യും, ഇവന്മാരാദ്യം ഇൻഫോർമലിലേക്ക് എത്തിക്കണം. അതിനുശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെ മാസ്റ്റർ മൈൻഡ് ആരാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അവനെയും പോയി ഹിയോബങ് ഒന്ന് നീ വെയിറ്റ് ചെയ്തേ. എനിക്കറിയാം നിനക്ക് നല്ല ദേഷ്യം ഉണ്ടെന്ന്, പക്ഷേ നീ 4 ചോക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഔട്ട് നമ്പേർഡ് ആണ്. അവൻ പറഞ്ഞത് ശരിയാണ്. നമ്മളിപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ മാൻ പവറിൽ നമ്മൾ ശരിക്കും പുറകോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അറ്റ്ലീസ്റ്റ് മിനിമം ആയിട്ടെങ്കിലും അസെൻഡഡ് മാസ്റ്ററിൻ്റെ ബിഗിനിങ് സ്റ്റേജിലുള്ള 2 പേരെങ്കിലും ആവശ്യമുണ്ട്. അല്ല അത് കുഴപ്പമൊന്നുമില്ല, ഞാനും വാങ്ങും കൂടെ ഒരേപോലെ ഇന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവന്മാരെ പിടിക്കാവുന്നതേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് മാൻ പവറാണ് ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഈ സമയത്ത് കുറച്ച് നേരം അവനൊന്നും മിണ്ടത്തില്ല. എന്നിട്ട് പറയും ചെയ്യും, ഗാങ് ഇയോൺ എന്തായാലും താങ്ക്സ്. പക്ഷേ അത് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി റിസ്ക് ഉള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും വരാൻ പോകുന്നത്. അത് ശരിയായിരിക്കും, പക്ഷേ അത് കുഴപ്പമില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം തൽക്കാലം ഇവന്മാരെ ഇൻഫോമിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് എല്ലാവരും റെഡി ആയിക്കോ. നമ്മൾ എന്തായാലും ചാൻ ഇപ്പം തന്നെ അറ്റാക്ക് ചെയ്തിട്ട് പോകുവാണ്. അല്ല മൈലോഡ്, താങ്കൾക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? അല്ലാതെ പിന്നെ എനിക്ക് നല്ലൊരു വ്യക്തമായ പ്ലാനുണ്ട്. അങ്ങനെ നമ്മൾ പ്രസന്റിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നീ എങ്ങനെ? എനിക്കുറപ്പായിരുന്നു ഞാൻ കേട്ടത് ഇയോമ്പയുടെ വോയിസ് ആയിരുന്നെന്ന്. ഞാനോ? ഇപ്പം എൻ്റെ റിയൽ വോയിസ് കേൾക്കുന്നുണ്ടോ? ഇതെങ്ങനെ? നീ നിന്റെ വോയിസ് ചേഞ്ച് ചെയ്തോ? ഇവന്മാരെ പൊട്ടന്മാരാണല്ലേ. അവന്മാരുടെ മുഖം ഒന്ന് കാണാനെന്ന് പറഞ്ഞു നമ്മുടെ ഇയോൻ്റെ ടീമായിട്ട് അവന്മാരെ ടീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ജിന്ന് ശരിക്കും ദേഷ്യം വരിക അവൻ പറയുകയും ചെയ്തു, നീ ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കുകയാണെന്ന് ചോദിച്ചിട്ട് അവൻ നേരെ അവിടേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ജീൻ ഒന്ന് വെയിറ്റ് ചെയ്യ്. പക്ഷെ അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ ഇയോനെ അറ്റാക്ക് ചെയ്തിട്ട് അവൻ ചെന്നിരുന്നു. ഇയോൺ, ഞാൻ നിന്റെ മരണത്തിലേക്ക് എത്തിച്ചു തരാണെന്ന് പറഞ്ഞാണ് അവൻ നേരെ ചെന്നത്. പക്ഷേ അവൻ ചെയ്ത ഓരോ അറ്റാക്സും
ഇയോനോട്ടെ വളരെ എളുപ്പത്തിൽ തന്നെ നിസ്സാരമായി തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നീ എന്ത് ചെയ്താലും നിനക്ക് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജിൻ ചെയ്ത അറ്റാക്ക് ഇയോനോട്ടെ ഡോഡ്ജ് ചെയ്തിട്ട് പെട്ടെന്ന് അവൻ്റെ മേത്തുണ്ടായിരുന്ന ഒരു യെല്ലോ ബാഡ്ജ് ഇങ്ങോട്ട് വലിച്ചെടുക്കും. എന്നിട്ട് പറയും ചെയ്യും, തൽക്കാലം ഇത് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. പക്ഷേ അതും കൂടെ കണ്ടപ്പോൾ അവൻ്റെ കൺട്രോള് പൂർണ്ണമായിട്ടും നശിച്ചു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇയോൻ്റെ പഞ്ചി അവൻ്റെ ശരീരത്ത് വന്ന് വീണിരുന്നു. അത് അത്രത്തോളം പവർഫുള്ള അറ്റാക്കായിരുന്നു. അവനോട്ട് തീർച്ച ബാക്കിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവനോട് മാറി നിന്നതിന് ശേഷം നന്നായിട്ട് ചോരയൊക്കെ ഛർദ്ദിക്കുകയും ചെയ്തു. അവൻ എൻ്റെ ഒരു ഒറ്റ അറ്റാക്കി വീണിട്ടില്ല. അതിനർത്ഥം അവൻ അസെൻഡഡ് മാസ്റ്റർ ലെവലിലെ ബിഗിനിങ് സ്റ്റേജിലാണുള്ളത്. പക്ഷേ ഇപ്പൊ ഞാൻ തീർത്തരാന്ന് പറഞ്ഞ അവിടേക്ക് ഓടിയപ്പോഴാണ്, മാസ്റ്റർ ഒന്ന് സൂക്ഷിക്കണം, താങ്കളുടെ പിറകിൽ 60 മീറ്റേഴ്സ് മാറിയിട്ട് ഒരു പവർഫുള്ള എനർജി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുകയും ചെയ്യും. എല്ലാവരും ഇപ്പൊ തന്നെ തലകുനിക്കുന്ന പറഞ്ഞത് അവന്മാരെല്ലാവരും നേരെ താഴത്തേക്ക് വന്ന് വീണു. പെട്ടെന്നായിരുന്നു ഒരു സാധനം അവരുടെ മുകളിൽ കൂടെ വന്നത്. അല്ല, അത് സേവർ എനർജിയില്ലേ? അടുത്ത സെക്കൻഡിൽ തന്നെ ഇയാളുടെ പുള്ളിക്കന്നെ എനർജി ഗ്യാദർ ചെയ്തിട്ട് ആ ഒരു അറ്റാക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ഡിഫ്ലക്ട് ചെയ്ത് കളയുന്നുണ്ട്. കണ്ടു നിന്ന ഒരാൾക്ക് പോലും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കോപ്പ് യു ചാൻ സിയോൺ. ഈ സമയത്ത് അവൻ പതുക്കെ അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഞാനോർത്ത് ആ ഒരു ആംബിഷ് കൊണ്ട് എനിക്ക് നിന്നെ തീർക്കാൻ പറ്റുമെന്നാണ്. അപ്പം നിന്റെ ബോധം ഇപ്പോഴാണല്ലേ വീണത്? ഇത്ര നേരം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നോ? അല്ലാതെ പിന്നെ നിന്നെ ആംബുഷ് ചെയ്ത് നിന്നെ തോപ്പിച്ചെന്ന് പറഞ്ഞത് അത് കുറച്ച് നാണക്കേടല്ലേ? ഇവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് കുറച്ച് നാൾക്ക് മുമ്പ് ആ ട്രെയിനിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇവനെ കാണുന്നത്. ഇവൻ ഇത്ര സ്ട്രോങ് അല്ലായിരുന്നു. പക്ഷേ ഇവൻ്റെ ഗ്രോത്ത് അത് നിയർലി അൺബലീവബിളുള്ള റേറ്റിൽ തന്നെയാണ്. അന്ന് ചാൻസ് കിട്ടിയപ്പോൾ തന്നെ ഇവൻ്റെ കൈ മുറിച്ച് മാറ്റേണ്ടതായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നീ ഇനി സ്ട്രോങ്ങർ ആകുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ കൈ അത് ഞാൻ ഇങ്ങോട്ട് എടുത്തോളാം. ഞാൻ ആദ്യമായിട്ടാണ് യങ്ലോണിനെ ഇത്രയധികം സീരിയസ് ആയിട്ട് കാണുന്നത്. അതിനർത്ഥം ഇയോനെ അദ്ദേഹത്തിനെ വേർത്തിയാളുടെ ഒപ്പോണ്ടായിട്ട് അദ്ദേഹം കാണുന്നതുകൊണ്ടാണോ? ഇതേ സമയത്ത് അവിടെ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്തിരുന്നു. കണ്ടിരുന്ന എല്ലാവരുടെയും ഫ്രണ്ടിൽ തന്നെ. ഈവൻ അത് കണ്ടിരുന്ന വാങ്ങും കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. മൈലോഡ്, താങ്കൾ ഇവിടെ വെച്ച് അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഇവിടെ അവസാനിക്കുന്നതാണ്. അടുത്ത സെക്കൻഡ് യൂച്ചാനട്ടെ അവൻ നിന്ന സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനായി. ഇയോനട്ടെ ഒന്ന് ഞെട്ടി. എന്നാൽ പുള്ളിക്കാരൻ പെട്ടെന്ന് ഇയോന്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പുള്ളിക്കാരൻ്റെ ഇല്യൂഷണറി സേബർ സ്ട്രൈക്ക് അങ്ങോട്ട് ചെയ്യാൻ പോകും. യെസ്, എനിക്ക് തോന്നുന്നു ഇതാണ് ആ ഒരു ടെക്നിക്. ഡാൻസ് ബട്ടർഫ്ലൈ ടെക്നിക്കിന് തന്നെ റൈവൽ ചെയ്യാൻ പറ്റുന്ന സേബർ സെക്കിലെ ആ ഒരു ടെക്നിക്. എനിക്ക് തോന്നുന്നു യൂച്ചാൻ കംപ്ലീറ്റ്ലി സീരിയസ് ആയെന്നാണ്. എന്തായാലും അവൻ എന്നെക്കാട്ട് സ്ട്രോങ്ങർ ആകുന്നതിൽ ഇവിടെ ഒരു ഡൗട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ ഞാൻ എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പണിയാണെന്ന് പറഞ്ഞിട്ട് അവനെ അവൻ്റെ സോ ടെക്നിക്ക് അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോഡ് എനർജിയോ? ഇവൻ എന്താണ് ഇവിടെ ചെയ്യാൻ നോക്കുന്നത്? അതേസമയം തന്നെ ഇയോനോട്ടെ യൂച്ചാന്റെ ആ ഒരു അറ്റാക്ക് ഡിഫ്ലക്ട് ചെയ്ത് കളഞ്ഞിരുന്നു. ഇലൂഷണി സേബർ ടെക്നിക്ക് എന്ന് പറഞ്ഞത് ഒരു കോംപ്ലക്സ് ആയുള്ള അറ്റാക്ക് തന്നെയാണ്. അത് മേർലി നിന്റെ ഒരു സോ ടെക്നിക്ക് കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇയോനോട്ടെ കംപ്ലീറ്റ്ലി ഞെട്ടി. അല്ല, ഇതെന്താണ്, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അറ്റാക്ക് വളഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. പക്ഷേ അവനൊട്ടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു അറ്റാക്കിന്റെ പവർ കാരണം തന്നെ അവൻ ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. അവൻ്റെ സേബർ ഫോം ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്ര സ്ട്രെയിഞ്ച് ആളുടെ ആംഗിളിൽ നിന്ന് അവൻ അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അവൻ ഇത്ര നല്ല അറ്റാക്ക് ചെയ്യുന്നത് അവൻ്റെ വലത്തെ കൈ യൂസ് ചെയ്തുകൊണ്ടാണ്. അവൻ്റെ റൈറ്റ് ആമാണ് കംപ്ലീറ്റ്ലി റിഫൈൻ ആയിട്ടുള്ളത്. അത് മാത്രമല്ല അവൻ്റെ ഇന്റേണൽ പവേഴ്സ് അത് ഏകദേശം എൻ്റെ അത്രയും തന്നെയുള്ളു. പക്ഷേ അവൻ്റെ സ്കില്ല് അതെങ്ങനെ പോലും ഒരു ഹൈ റാങ്കിങ് പ്രോസസ്സിൻ്റെ അത്രയും തന്നെയുണ്ട്. നീ ശരിക്കും ലക്കിയാണ്. ഞാനിപ്പോൾ നിന്റെ വലത്തെ കൈ മുറിച്ച് കളയാനാണ് നോക്കിയത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിന്റെ ഈ ഓക്കോടുള്ള സോ ടെക്നിക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അതെന്തായാലും ഉടനെ നടക്കുന്നതായിരിക്കും. നീ നിന്റെ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് യൂസ് ചെയ്താൽ പോരെ? ഓക്കോടല്ല സോ ടെക്നിക്കോ? അതുകൊള്ള. നീ എന്താണ് വിചാരിച്ചത് ഈ ടെക്നിക്ക് എനിക്ക് മനസ്സിലാകത്തില്ലെന്നോ? അവനിത് മനസ്സിലായോ? ഇത് അൾട്ടിമേറ്റുള്ള കൗണ്ടർ ടെക്നിക്കാണെന്ന് അവന് മനസ്സിലായോ? കോപ്പ് ഇനി എന്ത് ചെയ്യും? അത് കാണുമ്പോൾ തന്നെ അറിയാം അത് 7 ഡീമൺ സോ ടെക്നിക്കാണെന്ന്. പ്രോസസ് പറയുന്നതുകൊണ്ട് തന്നെ ഞാനത് നന്നായിട്ട് തന്നെ പഠിച്ചിരുന്നു. പക്ഷേ അതെന്തായാലും എന്നെ ഇത് വർക്ക് ചെയ്തിട്ട് പോകുന്നില്ല. ഭാഗ്യം. അപ്പോൾ ഇവൻ അറിഞ്ഞൂടാ. ഇത് നിന്റെ അവസാനത്തെ വാർണിംഗ് ആണ്. ഞാൻ എൻ്റെ 5ാമത്തെ ഫോം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിന്റെ ഈ റോക്ക്വേഡുള്ള ഫോം ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് നിന്റെ വലത്തെ കൈ ഉണ്ടല്ലോ അത് ഞാൻ എൻ്റെ 5ാമത്തെ കോഡിഫൈങ് ഫൈറ്റിംഗ് ഫോം യൂസ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുന്നതായിരിക്കും. അത് കൊള്ളാം. നിനക്ക് അത്രയും ധൈര്യം ഉണ്ടോ? എങ്കിലും പന്തയം വെച്ചാലോ?
പന്തയമോ? അല്ല, നീ പറയുന്നത് എന്റെ ഓക്വേർഡുള്ള ഒരു ഫോമാണെന്നല്ലേ? അപ്പൊ പിന്നെ നിനക്കല്ലേ ഇത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ട് വരാൻ പോകുന്നത്? നീ വളച്ചിട്ട് അത് ആ കാര്യത്തിലേക്ക് വരാൻ നോക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ മത്സരം വെക്കാം. ഇവിടെ ആരാണോ തോക്കുന്നത് അവരുടെ എല്ലാവരുടെയും ബാഡ്ജ് ജയിക്കുന്ന ആളുടെ കയ്യിലിരിക്കും. നീ ശരിക്കും വിട്ട് തന്നെയാണല്ലേ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ എൻ്റെ കയ്യിലാണ് ബാഡ്ജസ് കൂടുതലായിട്ടുള്ളത്. അതിനർത്ഥം ഇത് ഈക്വലുള്ള ഒരു പന്തയമല്ലെന്നല്ലേ? സോ ഞാനൊരു കാര്യം പറയാം, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിന്റെ ബാഡ്ജും അതേപോലെ തന്നെ ബേഗ്ജിയിലെ അവനെയും എനിക്ക് വേണം. കോപ്പ്, ഈ നായ എങ്ങനെ പോയാലും എന്നെ റിക്രൂട്ട് ചെയ്യാനാണല്ലോ നോക്കുന്നത്. എന്തേ, നീ ഓക്കെ അല്ലേ? പണ്ടാരം പിടിക്കാനായിട്ട് ഇത് വർക്കൗട്ട് ആകുമോ? പക്ഷേ ആ സമയത്താണ് ബേഗ്ജി ശരിക്കും ഞെട്ടിയത്. ഇയോന്റെ എക്സ്പ്രഷനായിട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരുന്നു. എനിക്ക് ഉറപ്പാണ്, എനിക്ക് എന്തായാലും ഇയോനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഓക്കെ, ഞാനുണ്ട്. അപ്പോൾ അവനും എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നീ എന്തായാലും റെഡി ആയിക്കോ. ആദ്യത്തെ അറ്റാക്ക് നിനക്ക് തന്നെ ചെയ്യാൻ ഞാൻ വിട്ടുതരുന്നു. നീ അഹങ്കരിക്കുവാണോ? ഹേയ്, ഇത് അഹങ്കരിക്കൊന്നുമല്ല. നീ വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് നോക്കടാ. അടുത്ത സെക്കൻഡിൽ തന്നെ ഇയോനട്ടെ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് യൂച്ചനട്ടെ കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അവിടെ നിപ്പുണ്ട്. പെട്ടെന്ന് ഇയോണൊരു അറ്റാക്ക് ചെയ്തിട്ട് പോയപ്പോൾ അവൻ പറയും ചെയ്യും, നീ ശരിക്കും ഒരു വിഡ്ഢി തന്നെയാണ്. ഈ ഒരു അറ്റാക്ക് കൊണ്ട് നിന്റെ എല്ലാം തന്നെ നിന്റെ കൈ വിട്ട് പോകുന്നതായിരിക്കും. ഞാൻ 7 ഡീമൺസ് ഔട്ട് ടെക്നിക്കിൻ്റെ മാനുവൽ പല തവണ വായിച്ചതാണ്. അതുകൊണ്ട് ഈ ടെക്നിക്ക് കംപ്ലീറ്റ്ലി എനിക്കറിയാം. അതിൻ്റെ ഫ്ലോസ് എന്താണെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് അവനട്ടെ വീണ്ടും ഒരു ഇല്യൂഷൻ സേവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തവണ അവൻ ശരിക്കും ഞെട്ടി. കാര്യം ഇയോണട്ടെ അത് ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്യുന്നത് മാത്രമല്ല, അവനെ ബാക്കിലേക്ക് പുഷ് ചെയ്യാനിട്ടും തുടങ്ങി. അല്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇയോണട്ടെ അവനെ ശരിക്കും ബാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും ദി 7 ഡീമൺസ് ഔട്ട് ടെക്നിക്ക് തന്നെയാണോ? സമയം കൂടുന്നോറും ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് അത്രത്തോളം പാടായിട്ട് വരുവാണല്ലോ. കോപ്പ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും തോക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ബാക്കിലേക്ക് ചാടി ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും അവൻ്റെ നെക്സ്റ്റ്, അതായത് 5th കോഡിഫൈങ് ഫോം യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇയോനട്ടെ റഷ് ചെയ്ത് അവൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിരുന്നു. കൊബു ഇവൻ ഇത്രയധികം ഫാസ്റ്റർ ആണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ യൂച്ചാൻ്റെ ആ ഒരു അറ്റാക്ക് അവൻ ഡിഫ്ലക്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത സെക്കൻഡ് തന്നെ ഇയോൺ ചെയ്ത ആ ഒരു അറ്റാക്കിൻ്റെ വിൻ പവറിൻ്റെ അകത്തേക്ക് അവനെ വലിച്ചടിപ്പിച്ചു. എന്നിട്ട് ഇയോണട്ടെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പല അറ്റാക്കും അവൻ്റെ മേത്ത് ചെയ്തു. പതുക്കെ അവൻ്റെ ശരീരം മുഴുവൻ മുറിയാനും അവൻ്റെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയാനും തുടങ്ങി. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ശരീരം മുഴുവൻ അവൻ വലിച്ച് കീറാനും തുടങ്ങി. എന്നിട്ട് ഒരു ഗ്യാപ്പ് ലഭിച്ചപ്പോൾ അവൻ്റെ കയ്യിലുണ്ടാകുന്ന സേവർ എനർജി യൂസ് ചെയ്ത് യൂച്ചൻ്റെ വലത്തെ കൈയിലേക്ക് കുത്തി ഇറക്കിയിരുന്നു. അത് അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അടുത്ത സെക്കൻഡ് തന്നെ ആ കൈ തന്നെ അവൻ നിരെ മുറിച്ച് കളഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് യൂച്ചൻ്റെ കൈ മുകളിലൂടെ പറന്ന് പോകുന്നതാണ്. യൂച്ചാൻ ബ്ലേഡ് സെക്ടറിൽ നിന്നുള്ള മൈനർ പ്രീസിന്റെ കാൻഡിഡേറ്റ് ആണ്. ബാക്കിയുള്ളവർ വെച്ച് നോക്കാൻ നേരത്ത് അവൻ കംപ്ലീറ്റ്ലി ടാലന്റഡ് ആയിരുന്നു, ഒരു പ്രോഡജി തന്നെയായിരുന്നു. അവന്റെ മാർഷൽ ആർട്സ് പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ വെച്ച് നോക്കുന്നത് റിയലി കോമ്പാക്റ്റബിൾ ആണ്. അതുമാത്രമല്ല, അക്കാഡമിക് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു അസെൻഡന്റ് മാസ്റ്റർ ലെവലിലേക്ക് അവൻ എത്തിയിരുന്നു. അവൻ്റെ ഹാർഡ് വർക്കിൻ്റെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് അവൻ്റെ പീക്കിൽ നിൽക്കുന്ന ഈ ഒരു ടൈം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസിനും അവനെ ഫോളോ ചെയ്യാനായിട്ടും തുടങ്ങി. പിന്നെ എല്ലാവർക്കും ഉറപ്പായിരുന്നു അവൻ തന്നെയായിരിക്കും മൈനർ പ്രീസിന്റെ ടോപ്പിൽ വരാൻ പോകുന്നതെന്ന്. പക്ഷേ പിന്നെ കാണിക്കുന്നത് അവൻ്റെ കൈയേറ്റ് പോയിരിക്കുന്നതാണ്. വേദന കൊണ്ടാട്ടെ യൂച്ചൻ ഉച്ചത്തി നിലവിളിക്കുന്നുണ്ട്. കണ്ടിട്ട് ഞാൻ ഈ പന്തയത്തിൽ ജയിച്ചതുപോലെയുണ്ട്. അല്ല, ഇതെന്താണ് സംഭവിച്ചത്? നമ്മുടെ ലോഡ് തോറ്റിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോം പോലും പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റാതെ. അടുത്ത സെക്കൻഡ് തന്നെ യൂച്ചനായിട്ട് പ്രഷർ പോയിൻ്റൊക്കെ വെച്ചുകൊണ്ട് അവൻ്റെ കൈൻ്റെ ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ നന്നായിട്ട് തന്നെ കഥക്കുന്നുണ്ടായിരുന്നു. മൈലോടെന്ന് വിളിച്ചുകൊണ്ട് അവന്മാർ പോകാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ജിന്നാട്ടെ അവനെ ബ്ലോക്ക് ചെയ്തത്. കാര്യം ഇയോണട്ടെ വീണ്ടും അവൻ്റെ സേവർ എനർജി യൂസ് ചെയ്തിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരാളെങ്കിലും അടുത്തടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മറ്റേ കൈയും അത് ഞാനിങ്ങോട്ട് എടുക്കുന്നതായിരിക്കും. എല്ലാവരും പിന്നിലേക്ക് മാറിക്കേ. യൂച്ചാൻ, നീ ഇവിടെ തോറ്റിരിക്കുന്നു. നീ എങ്ങനെയാണ് അത് ചെയ്തത്? എന്ത് ചെയ്തെന്ന്? നീ ആ ലൗസിയുള്ള 7 ഡീമൺസ് ഔട്ട് ടെക്നിക്ക് കംപ്ലീറ്റ്ലി റിഫൈൻ ചെയ്തല്ലേ ഇപ്പോൾ യൂസ് ചെയ്തത്? ലൗസി ആയിട്ടുള്ളതോ? നിനക്കെന്താ ചെവിയില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അപ്പം നീ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഉള്ളത് പറയാലോ, നീ ഞാനായിട്ട് സോട്ട് ടെക്നിക്കൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒത്തിരി സഞ്ചരിക്കാനായിട്ടിരിക്കുന്നു. പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. കാര്യം
കുറച്ചു നാൾക്ക് മുമ്പ് അവൻ നമ്മുടെ ഇയോനോട് പറഞ്ഞ അതേ ഡയലോഗാണ് ഇപ്പോൾ അവനെടുക്കെ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. കോപ്പ് ഒരു മൈനർ പ്രീസ്റ്റ്ഹുഡ് ആകാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ അവന്മാർക്ക് ആ ബാഡ്ജസ് കൊടുത്തേക്ക്. അല്ല മൈ ലോർഡ്, അത് ഞാൻ പറയുന്നത് കേൾക്ക് ഇയോൺ. പിന്നെ നീ വിചാരിക്കണ്ട, ഇതാണ് ഏറ്റവും അവസാനം എന്നും പറഞ്ഞിട്ട് അവനാട്ടെ ബോധം കെട്ട് താഴത്തേക്ക് വീണിരുന്നു. കോപ്പു, ഇയോൺ നീ നോക്കിയിരുന്നോ, ഒരു ദിവസം ഇതിനെല്ലാം ഞാൻ പ്രതികാരം ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് അവനാട്ടെ ആ ഒരു യെല്ലോ ബാഡ്ജ് ഇയോൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യും. നീ എങ്ങളോട് പറഞ്ഞത് കേട്ടതല്ലേ, നീ വിചാരിക്കണ്ട ഇതാണ് അവസാനമെന്ന് പറയുന്നതിന് മുമ്പ് അവൻ്റെ വയറ്റ് നോക്കി ഇവനോട്ടെ ഒരു ഒന്നാം തരം പഞ്ചങ്ങോട്ട് ചെയ്തു. കണ്ടു നിന്നവരും എല്ലാവരും ഞെട്ടി. അവൻ്റെ കണ്ണുവരെ തള്ളി പുറത്തു വന്നു. അവൻ നേരെ താഴ്ത്തു വീണ് ചോര ഛർദിക്ക് ചുമക്കാനായിട്ട് തുടങ്ങി. നീ എന്താണ് ചെയ്തത്? നീ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളതൊക്കെ തന്നതല്ലേ? അത് കൊള്ളാം. അല്ല, ആ ബാഡ്ജ് കിട്ടിയതിന് ശേഷം ഞാൻ നിന്നെയൊക്കെ വെറുതെ വിടുമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? നിന്റെയൊക്കെ യൂച്ചാൻ എന്നെ വാല്യുബിളുള്ള ഒരു ലെസൺ പഠിപ്പിച്ചിട്ടുണ്ട്. തുടങ്ങിയ ബിസിനസ് തീർത്തട്ടെ മടങ്ങാവുള്ളെന്ന്. നിനക്ക് ശരിക്കും വട്ടാണ്. ഞങ്ങളുടെ ടീം ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് നീ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുവാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവൻ്റെ മുഖത്ത് നോക്കി ഒരു ഒന്നാം തരം അട്ടിവെച്ച് ഇയോൺ കൊടുക്കുകയും അവൻ തീർച്ച് താഴ്ത്ത് വീഴുകയും ചെയ്തു. ഞാനില്ലാത്ത ടൈമിൽ എൻ്റെ ടീമിനൊക്കെ നീയൊക്കെ തൊട്ടിട്ട് ഞാൻ ഇപ്പൊ തിരിച്ചു തൊട്ടപ്പോ ഞാനായ ഇവിടുത്തെ ബാഡ് ഗായ്. അതെന്തായാലും കൊള്ളാം. ഇപ്പൊ തന്നെ എല്ലാരും പിടിച്ചു കിട്ടിയേക്ക്, എന്നിട്ട് എല്ലാത്തിനും കയ്യും കാലും തല്ലി ഒടിച്ചേക്ക്. യെസ് മൈ ലോർഡ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവന്മാരെല്ലാരും ബാക്കിയുള്ളവരെ പിടിച്ചു കെട്ടാനായിട്ട് ഓടിയിരുന്നു. പിന്നെ കാണിക്കുന്നത് ആ ഒരു യെല്ലോ ബാഡ്ജ് അവൻ നീട്ടിയതാണ്. ഇത് നീ വെച്ചോളൂ. അല്ല, താങ്കൾ എന്തിനാണ് ഈ ബാഡ്ജ് ഞങ്ങളിലേക്ക് തരുന്നത്? അല്ല, എനിക്കെന്തായാലും അത് പിടിച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതുമാത്രമല്ല, അത് നിങ്ങൾക്കല്ലേ ആവശ്യം. ഇത് ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഈ ഒരു അക്കാഡമിയിൽ സർവൈവ് ചെയ്തിട്ട് എന്തുമാത്രം പാടാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇവിടെ കൈൻഡ്നസ് കാണിച്ചിരിക്കുന്നു. സിയോൺ, നീ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. ഈ ഒരു അവസ്ഥയിൽ താങ്കളും പിന്നെ ഞങ്ങളും എല്ലാവരും സേബർ സെക്ടറുമായിട്ട് ഒരു എനിമിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. അല്ല, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അടുത്ത സെക്കൻഡിൽ തന്നെ അവരെല്ലാവരും അവരുടെ തല കുത്തനെ വെച്ചു. എങ്ങളോട് സിയോൺ, ഞങ്ങളുടെ ലോയൽറ്റി താങ്കളുടെ പ്ലേറ്റ് ചെയ്ത് തരുവാണ്. താങ്കൾ പ്ലീസ് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് കേൾക്കാൻ നേരത്ത് അവനും സന്തോഷമായി. ആ ടൈമിൽ ബേക്ക് ജി പറയും ചെയ്യും, വാങ്, അവസാനം നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചല്ലോ. ഇതേ സമയത്ത് ഹിയോ വാങ് പറയും ചെയ്യും, ഈ തടീന് ശരിക്കും ബുദ്ധിയുണ്ടല്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മെയിൻ ഹോളാണ്, സെക്കൻഡ് ഫ്ലോർ ഓഫ് ഇൻഫർമറി. ഇതേ സമയത്ത് ഫിസിഷ്യൻ ബേക്കായിട്ട് ഉള്ളി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. നീ ഇപ്പൊ ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഉള്ളു. അതിനു മുമ്പ് തന്നെ നീ ഇത്രയധികം ആൾക്കാർ ഇവിടേക്ക് കൊണ്ടുവന്നല്ലേ. റിയലി താങ്ക്സ് കേട്ടോ. ഇവന് ശരിക്കും വട്ടാണ്. ഇത്രയധികം പിള്ളേർ ഇഞ്ചോറായിട്ട് വന്നിട്ട് ഇവൻ ചിരിക്കുന്നത് നോക്കിയേ. എനിക്ക് കുറെ പേരെ ട്രീറ്റ് ചെയ്യാനുണ്ടല്ലോ, എവിടുന്ന് തുടങ്ങും? ആ ടൈമിൽ ഒരു പ്രൊഫസർ പറയും ചെയ്യും, സത്യം പറഞ്ഞാൽ ആ പയ്യനെ ഇന്നലെയാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന പോലെയാണ് തോന്നുന്നത്. ശരിയാണല്ലേ, ആര് കണ്ട് അവൻ ഇത്ര വലിയ ഒരു മോൺസ്റ്ററായിട്ട് മാറുമെന്ന്. പ്രൊഫസേഴ്സ്, നിങ്ങളവിടെ എന്ത് ചെയ്ത് നോക്കുവാണ്? ഇങ്ങോട്ട് വന്നേ, ഇവനൊന്ന് പിടിച്ച് നിർത്തിക്കേ, എങ്കിലേ എനിക്ക് ഇവനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ബെഡിൽ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. അവനാട്ടെ പറയും ചെയ്യും, മൈലോഡ്, താങ്കൾ ശരിക്കും റെസ്പെക്റ്റുള്ള ഒരു മാനാണ്. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ താങ്കളെ ഇനി ഉറപ്പായിട്ടും സേവ് ചെയ്യുന്നതായിരിക്കുമെന്ന് നമ്മുടെ ഒജോങ് പറയുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അക്കാഡമി ഡെപ്യൂട്ടിയുടെ ആ ഒരു ഓഫീസാണ്. ഈ കാര്യത്തിൽ എന്തായാലും ഒരു ഡൗട്ടും ഇല്ല. ഇവൻ എന്തായാലും യൂസ് ചെയ്തിരിക്കുന്നത് ദി ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നെഞ്ചത്തേക്ക് പതുക്കെ കൈവയ്ക്കുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ എനർജി അവൻ്റെ മേത്ത് റിലീസ് ചെയ്യുന്ന നേരത്തെ തന്നെ അവൻ്റെ ശരീരം പതുക്കെ കൂൾ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ കണ്ണ് തുറന്ന് ഞെട്ടി എണീറ്റു. നിനക്ക് നിന്റെ ബോധം തിരിച്ചു കിട്ടിയില്ലേ? ആ സാർ, താങ്കളോ? അല്ല, ഞാനെങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഞാൻ ഇയോനായിട്ട് ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ നീയല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഞാനാണ്. അല്ല, എന്തുവാണ്? ഇവിടെ നീയല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഞാനാണെന്ന് മര്യാദക്ക് പറയാൻ നോക്ക്. നിനക്കെങ്ങനെയാണ് ദി ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് അറിയാവുന്നത്? ഇത് കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അല്ല സാർ, താങ്കൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണല്ലേ. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ കൈ മുകളിലേക്ക് പതുക്കെ ഉയർത്തി. ഇൽമിയങ്ങാട്ടെ മുകളിലേക്ക് ഉയരുകയും ചെയ്തു. സാർ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടെന്ന് പറയാൻ നിർത്ത്. അവൻ്റെ വിരലൊന്ന് നൈസിലൊന്ന് അനക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ഇൽമിയങ്ങിൻ്റെ ഒരു കൈ ഒരു സൈഡിലേക്ക് പോകും.
പിന്നെ കാണുന്നത് അത് പതുക്കെ പതുക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് അവൻ്റെ കയ്യിലെ എല്ലാ എല്ലുകളും ഒടിയുന്ന ശബ്ദമാണ്. എന്നാൽ പുറത്തുണ്ടായിരുന്ന ഒരു ഗാർഡ്സ് പോലും ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. അകത്താട്ടെ ഇൽമിയും കൊണ്ട് അവൻ്റെ ജീവന് വേണ്ടി ഉച്ചത്തി നിലവിളിക്കുകയും ചെയ്യും. എൻ്റെ റോ എനർജി യൂസ് ചെയ്ത് ഞാനിത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിരിക്കുവാണ്. നീ എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും പുറത്തിരിക്കുന്ന ഒരാൾ പോലും കേൾക്കത്തില്ല. സ്റ്റുഡൻറ് 108 ഇൽമിയോങ് ഹ, ദി മിഡ് റാങ്കറുള്ള മില്യൺ സോർട്ട് സെക്റ്റിലുള്ളവൻ. അല്ല, അങ്ങനെയാണ് ഈ ഒഫീഷ്യലി നീ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറം ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ലല്ലോ. ഇതേ സമയം ഇൽമിയോങ്ങയുടെ പേടി കാരണം വിറക്കാനും തുടങ്ങി. നീ എന്തായാലും സീക്രട്സ് കീപ്പ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ലൊരുത്തനാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഡെക്കേഡ്സ് ആയിട്ട് കാണാത്ത ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് നിന്റെ 17ാമത്തെ വയസ്സിൽ നീ മാസ്റ്റർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ മാത്രമല്ല, നിന്റെ ഹോൾ സെക്റ്റും ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു സസ്പീഷ്യസ് അല്ല ലെവലിലാണുള്ളത്. പക്ഷേ നീ എന്തായാലും നിന്റെ സെക്റ്റിനെ പറ്റി ആലോചിച്ച് തല പുഹക്കത്തില്ലെന്ന് അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ അവൻ്റെ കാലും തിരിച്ച് ഒട്ടിക്കാനായിട്ട് തുടങ്ങി. ഇൽമിയോങ് വേദന കൊണ്ട് നിലവിളിക്കാനും തുടങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ കഴുത്തിലേക്ക് കൈ കുത്തിപ്പിടിച്ചു. ഒരു ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ് എന്ന നിലയ്ക്ക് നീ ശരിക്കും എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. ദി മില്യൺ സോർട്ട് സെക്റ്റ്, അതെന്തായാലും സോർട്ട് സെക്റ്റിൻ്റെ ഒരു സീക്രട്ട് ഫോഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുമാത്രമല്ല, സോർട്ട് സെക്റ്റിൻ്റെ രണ്ടാമത്തെ ഷാഡോ സെക്റ്റ് കൂടിയല്ലേ നിങ്ങൾ. കോപ്പ് ഇനിയെന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്നായിരുന്നു അത് കടിച്ചങ്ങോട്ട് മുറിക്കുന്നത്. എന്നിട്ട് അത് മിഴുങ്ങുന്നുകൊണ്ട് അടുത്ത സെക്കൻഡിൽ അവൻ്റെ വായിൽ നിന്ന് ഒത്തിരിയധികം ചോര പുറത്തേക്ക് വന്നു. കോപ്പ്, നീ എന്താണ് കാണിച്ചത്? ഇൽമിയോ നായെ, ഞാൻ ഒരിക്കലും ഇത് വിചാരിച്ചില്ല. അവൻ എൻ്റെ നാക്ക് കടിച്ച് അവൻ്റെ നാക്ക് വിഴുങ്ങുന്നത് മാത്രമല്ല, അവൻ്റെ ഇന്റേണൽ പൗസ് കംപ്ലീറ്റ്ലി റിവേഴ്സായിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങി. കോപ്പ്, ഇവൻ്റെ ഇന്റേണൽ പൗസ് എനിക്ക് സ്റ്റേബിൾ ചെയ്യാനും പറ്റുന്നില്ലല്ലോ. നീയും നിൻ്റെ കുറെ കാൾട്ടും നിങ്ങൾ എന്തായാലും സീക്രട്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കോപ്പ്, ഞാൻ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ വൃത്തിയിട്ട സെക്റ്റിൻ്റെ ഒരു സ്ലേവായിട്ട് ഞാൻ മാറുവാണെന്ന്. എൻ്റെ അവസാനം എന്ത് മോശമാണല്ലേ. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം 6 മണിയാണ്. കഫെറ്റേരിയയുടെ അവിടെ യങ്ലോഡ് ഇയോൺ ഞാനിതാ വരുന്നെന്ന് പറഞ്ഞിട്ട് കുറേ പേര് അവിടെ കിടന്ന് ബഹളം വെക്കോണ്. ഇയോണയുടെ കംപ്ലീറ്റ് സർപ്രൈസ് ആണ്. കാര്യം ഇഷ്ടം പോലെ പേരാണ് അവനെ കാണാനായിട്ട് അവിടേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഹിയോബാങ്ങാണ് ഇവരെല്ലാവരെയും ഒന്ന് പിടിച്ചു വെക്കുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ ഉച്ചത്തി അലറിഞ്ച്, നിനക്കൊക്കെ തലക്കതിനെ ബോധമില്ലേ? ഒരാളെ കാണാൻ വരുന്ന നേരത്ത് ഇങ്ങനെ ബഹളമാണ് വെക്കുന്നത്. മര്യാദ ഒരു ക്യൂ നിൽക്കാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് അവന്മാരെല്ലാവരെയും പേടിപ്പിച്ച് നമ്മുടെ ഹിയോബോങ് ബാക്കിലേക്ക് വിടുകയും ചെയ്യും. ഹിയോബോങ് ഈ കാര്യത്തിലൊക്കെ ബെറ്റർ ആണല്ലേ? ശരിയാണ്, ഇങ്ങനത്തെ കാര്യത്തിൽ ഹിയോബോങ് കഴിഞ്ഞിട്ട് മറ്റൊരാളുള്ളൂ. പക്ഷേ അതിലപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങളൊക്കെ കാട്ടുതീ പോലെ പടർന്നിരിക്കുന്നു. യങ്ലോഡ് ഇയോൺ സീനിയർ മാർഷൽ ആയിട്ടുള്ള പ്രൊഫസറിനെ ഡിഫീറ്റ് ചെയ്തത് മാത്രമല്ല, ഈവൻ യൂച്ചാനെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു ന്യൂസ് കംപ്ലീറ്റ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇനി മൈനർ പ്രീസ്റ്റ്ഹുഡിന്റെ ഒരു ടോപ്പ് ആളെ കോമ്പറ്റീറ്ററായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. എന്തായാലും ഇനി എനിക്കോട്ട് സർപ്രൈസ് ഇല്ല ഇത്രയും പേര് അദ്ദേഹത്തിനെ കാണാൻ വന്നതിൽ. യങ്ലോഡ് ഇയോൺ, ഞാൻ സ്റ്റുഡൻറ് 7 ആണ്. ഞാൻ സേബർ സെക്ടറിൽ നിന്നുള്ളതാണ്. പക്ഷേ ഞാൻ താങ്കളെ സെർച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മുട്ടുകുത്തി നിൽക്കണോ? ആണോ? എങ്കിൽ മൈലോഡ്, ഞാൻ സ്റ്റുഡൻറ് 22. മൈലോഡ്, ഞാൻ സ്റ്റുഡൻറ് 907. ഇങ്ങനെ ഒത്തിരിയധികം പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് കുറേയധികം ആൾക്കാരുണ്ടല്ലോ. ഇവരെല്ലാവരും ചെക്ക് ചെയ്ത് കഴിഞ്ഞ നേരത്ത് എന്തായാലും ഒരു സമയമാകും. അങ്ങനെ ഏകദേശം രാത്രിയായിട്ടുണ്ട്. അപ്പോഴാണ് അവരെല്ലാവരും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞത് തന്നെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ മേർലി ഈ ഒരു എക്സാമിനേഷൻ പാസ്സാകാനായിട്ട് ആരെയും നോക്കുന്നില്ല. ഞാൻ നോക്കുന്നത് എൻ്റെ കൂടെ ഏറ്റവും അവസാനം വരെ കാത്തിരിക്കാൻ പറ്റുന്ന കോമ്രേഡ്സിനെയാണ്. ഞാൻ നമ്മുടെ കൾട്ടിനെ തന്നെ തിരുത്തി എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ നിങ്ങൾക്ക് അതിലെല്ലാം എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ചേരാൻ പാടുള്ളൂ. അതിൽ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പൊളയില്ലി നിങ്ങളുടെ എല്ലാവരുടെയും ഓഫർ ഡിക്ലൈൻ ചെയ്യുവാണ്. മൈലോഡ്, താങ്കൾ ശരിക്കും മെച്ചൂർ ചെയ്തിരിക്കുന്നു. താങ്കൾ ആദ്യം തന്നെ 6 സെറ്റ്സിനെതിരെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരാളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ താങ്കൾ അത് മാത്രമല്ല, ഇത്രയും പേരെ താങ്കൾ ഇൻസ്പയർ കൂടെ ചെയ്യുവാണ്. ബാക്കിയുള്ള 6 സെക്ട് വെച്ച് നോക്കാനത് താങ്കൾക്ക് വലിയ സപ്പോർട്ടില്ലായിരിക്കും. പക്ഷേ ഒരു ദിവസം ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്നുകൂടെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അതിൽ നിന്ന് ഒരാൾ എണീറ്റിട്ട് പറയും ചെയ്യും, മൈലോഡ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്തായാലും അതിലൊരു താല്പര്യമില്ല. കാര്യം ഞാൻ മ്യൂസിഷ്യൻ സെറ്റിനെ ഡയറക്റ്റ്ലി സെർവ് ചെയ്യുന്ന ഒരു സെക്ടിലെ മെമ്പറാണ്. മൈലോഡ് എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് കുറേ പേര് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ഞാനിതും കൂടെ കാണേണ്ടതായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ പലരും പോകും. അങ്ങനെ കുറേയധികം സമയം കടന്നു.
പക്ഷേ ഇയോന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് ഉണ്ടായത്. കാര്യം അത്രയൊക്കെ പറഞ്ഞിട്ടും അവിടെ കുറേയധികം പേര് വീണ്ടും ഇരിപ്പുണ്ടായിരുന്നു. മൈലോഡ്, എൻ്റെ മാർഷൽ സ്കിൽസ് വളരെ പിന്നോട്ടാണ്. പക്ഷേ താങ്കളുടെ സ്പീച്ച് കേട്ടതിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി മൂവ് ആയിരിക്കുവാണ്. താങ്കളുടെ ജേർണിയിൽ എനിക്കും ചേരാൻ താല്പര്യമുണ്ട്. അല്ല, അവന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നുമുണ്ട്. അവരെല്ലാവരും അവിടെ തലകുനിച്ച് ബോ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണ് പെട്ടെന്ന് ഒരുത്തൻ വിളിക്കുന്നത്. യങ്ലോഡ് ഇയോൺ സിയോൺ. അല്ല, അത് എനിക്ക് താങ്കളോട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, ആ നമ്പർ? അതെ, അത് തന്നെയാണ് ഗ്യൂമിൻ. മൈലോഡ്, താങ്കൾ എങ്ങനെ പോലും ഗ്യൂമിനോടുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അല്ല, അതെന്താടാ? അത് ഡിമോണിക് വരൽക്കാട്ടിലെ 12 എൽഡേഴ്സിലെ 9ാമത്തെ എൽഡറിന്റെ ഗ്രാൻഡ് സൺ ആണ് അവൻ മറ്റാരുമില്ലായിരുന്നു, സ്റ്റുഡൻറ് 408 അല്ല, ഗ്യൂമിനായിരുന്നു, ദി ഡിമോണിക് ഡ്രാഗൺ പ്ലാം സെക്റ്റിലെ. ആൻഡ് അവനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത് തന്നെ. ഗൈസ്, ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.